ഹായ് ഹലോ, ഇന്നത്തെ ഒരു ദിവസത്തെ വ്ളോഗ് ഒന്ന് കണ്ടാലോ? അപ്പോൾ കുറച്ച് റെസിപ്പീസൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് രാവിലെ ഇന്ന് സ്കൂളിൽ കൊടുത്തു വിട്ടത് ക്യാരറ്റ് റൈസും അതുപോലെ ബട്ടർ ചിക്കനുമാണ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ റെസിപ്പി ഉണ്ട്, പിന്നെ കുഞ്ഞു കുഞ്ഞു റെസിപ്പീസൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം ഫുള്ളുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റു, ഇതാ നമ്മൾ ജനലും വാതിലും ഒക്കെ തുറന്നിട്ടു. മക്കൾക്ക് സ്കൂളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ലഞ്ച് ബോക്സിലേക്കുള്ള ക്യാരറ്റ് റൈസിനുള്ള റൈസ് ഞാൻ ആദ്യം തന്നെ കഴുകി ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അരിങ്ങ് സോക്ക് ചെയ്താൽ പെട്ടെന്ന് എന്ത് കിട്ടുമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഇന്ന് ബട്ടർ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. ഒരു പീസ് ചിക്കൻ ഉണ്ടായിരുന്നു, അപ്പോൾ അത് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഉണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ടിട്ട് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഞാൻ വെളിയിലേക്ക് ചിക്കൻ എടുത്ത് വെച്ചു, ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചു, തണുപ്പ് പോകാൻ വേണ്ടി. ഇനി നമുക്ക് റൈസ് ഒന്ന് വേവിക്കാൻ വെക്കാം. അതിനായിട്ട് ഇത് അടുപ്പിൽ വെള്ളം വെച്ചു. വെള്ളം ചൂടായി വന്നപ്പോൾ അതിലേക്ക് അരി ഇട്ട് കൊടുത്തു. കുറച്ച് ഉപ്പും ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. അരി ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ റൈസ് അവിടെ ഇരുന്ന് വേവുന്നുണ്ട്. ഇനി നമുക്ക് ബട്ടർ ചിക്കൻ റെഡിയാക്കാം. ഞാൻ ചിക്കനൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചു, അതിലേക്ക് കുറച്ച് ബട്ടറും ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ കട്ട് ചെയ്ത് ചിക്കനൊക്കെ ഇട്ട് കൊടുത്തപ്പം ഇങ്ങനെ കട്ട് ചെയ്ത ഭാഗത്ത് മസാല ഇല്ലാത്ത പോലെ എനിക്ക് തോന്നിയേ. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് മസാലയും കൂടെ ചേർത്ത് കൊടുത്തു. വേറൊന്നുമില്ല, ഇച്ചിരി മുളക് പൊടിയും കുരുമുളക് പൊടിയും മാത്രം ചേർത്ത് കൊടുത്തു കേട്ടോ. ചിക്കനൊരു കളറും കിട്ടും, പിന്നെ മസാല ഇങ്ങനെ കുറവായിട്ട് തോന്നിയതുകൊണ്ട്. അങ്ങനെ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഈ ചിക്കൻ നമുക്ക് ഈ ബട്ടറും ഓയിലും ഉണ്ട്, അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാവേ. അപ്പോൾ ചിക്കൻ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കട്ട് ചെയ്ത് വെക്കേണ്ടതൊക്കെ കട്ട് ചെയ്ത് വെക്കണം. അങ്ങനെ ചിക്കൻ ഞാൻ അടച്ചും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഇതാ വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു സൈഡ് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ അടച്ച് വെക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. രാവിലത്തെ ധൃതിക്ക് എങ്ങനെ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും ആ മെത്തേഡൊക്കെയാണ് ചൂസ് ചെയ്യുന്നത്. അങ്ങനെ ചിക്കനൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഇതാ വേവിച്ചെടുത്തിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് തന്നെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞ് ഇട്ട് കൊടുത്തു. സവോള, ഒരു 2 സവോള ചെറുതായിട്ട് ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തതാണ്. അതെങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, നമുക്കിത് പേസ്റ്റ് ആക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ പെട്ടെന്നൊന്ന് വൈൻഡ് കിട്ടാൻ വേണ്ടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ തക്കാളി ഒരെണ്ണം കട്ട് ചെയ്തിട്ട് കൊടുത്തു. കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കാവേ. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ഒരു 3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു കാശ്മീരി ചില്ലി 3 ഇടുമ്പോൾ കളർ കിട്ടുമെന്ന്, പക്ഷെ അത്ര കളർ കിട്ടിയില്ല കേട്ടോ. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് കുറച്ച് ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുത്തിരുന്നെങ്കിൽ നന്നായിട്ട് കളർ കിട്ടിയേനെന്ന്. ചില്ലി പേസ്റ്റ് ഇല്ലതാനും, എന്നാലും കുറച്ച് നമ്മുടെ കാശ്മീരി ചില്ലി മുളക് പൊടി ഇട്ട് കൊടുത്താലും മതിയായിരുന്നു. പിന്നെ കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് അടച്ച് വെച്ച തക്കാളിയൊക്കെ ഒന്ന് വൈൻഡ് കിട്ടിട്ട് ആ സമയം കൊണ്ട് നമ്മുടെ റൈസും ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവാതെ നോക്കി ഊറ്റിയെടുക്കണം. ഈ ബസ്മതി റൈസിന് ഒരു പരിപാടിയുണ്ട്. നമ്മൾ നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്ന സമയം കൊണ്ട് അത് വെന്ത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഞാനിങ്ങനെ നോക്കി ഇരുന്നിട്ട് അത് കറക്റ്റ് വേവിന് ഊറ്റിയെടുത്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ തക്കാളിയും സവോളയൊക്കെ വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി അത് ചൂടാറിയിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ക്യാരറ്റ് റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. പാനിലേക്ക് ഓയിലും ബട്ടറും ഇട്ട് കൊടുത്തു. അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞതും സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ചെറിയ ബൗളിന് ഒരു 2 ക്യാരറ്റ് ഉണ്ടായിരുന്നു, അത് ഗ്രേറ്റ് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ, ഇതിലേക്ക് വേണ്ടുന്നത്. അതുകൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാൻ ഞാൻ വിട്ടുപോയായിരുന്നു. അതുകൂടെ ഇട്ട് കൊടുത്താൽ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും, ചെറിയൊരു എരിവൊക്കെ കിട്ടുവേ. ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് കുരുമുളക് കൂടി ഇട്ടില്ലല്ലോ എന്ന്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ചോറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വൈകുന്നേരം നമുക്ക് ഇതുപോലെ ബസ്മതി റൈസ് വേവിച്ച് ചൂടാറ്റി ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ രാവിലെ എളുപ്പമാണ് കേട്ടോ. ഞാൻ ചില സമയങ്ങളിൽ അങ്ങനെ ചെയ്യാറുണ്ട്, ചിലപ്പോൾ അങ്ങനെ ഓർക്കാറില്ല. അങ്ങനെ പിന്നെ അതെല്ലാം ഇട്ട് നന്നായിട്ട് വയറ്റി എടുത്തിട്ട് ഗ്യാസ് അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല. കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് ലാസ്റ്റ് ഇട്ട് കൊടുത്ത് ഒരു പകുതി നാരങ്ങയും കൂടി പിഴിഞ്ഞ് വെച്ച് കൊടുത്തായിരുന്നേ. അതുകൂടി ഇട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റൈസിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ബട്ടർ ചിക്കൻ്റെ ബാക്കി പരിപാടി നോക്കാം. നമ്മൾ ആ ഒരു നേരത്തെ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ ഇല്ലേ, പേസ്റ്റാക്കി കൊണ്ടുവന്നു. നമ്മൾ ആ പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. ഇനി അരപ്പ് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുത്തു, കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തു. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും തിളച്ച് വന്നപ്പം ലാസ്റ്റ് നമ്മുടെ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. മെയിൻ ഐറ്റമാണ് ഫ്രഷ് ക്രീം. ഫ്രഷ് ക്രീം ഇല്ലാതെ ഈ ഒരു കറി വെക്കാൻ പറ്റത്തില്ല കേട്ടോ. ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് കുറച്ച് ഉലുവയുടെ ഇല ഉണങ്ങിയത്, അതായത് കസൂരി മേത്തി, അത് കുറച്ച് കൈ കൊണ്ട് ഞെരട്ടിയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ കറിയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി മക്കൾക്ക് ഞാൻ രാവിലെ കഴിക്കാൻ കൊടുത്തതും ഈ ഒരു റൈസും കറിയും കൂടെയാണ്.
ഇനിയിപ്പോൾ നമുക്ക് ലഞ്ച് ബോക്സും പാക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ലഞ്ച് ബോക്സിലേക്ക് രണ്ടാൾക്കും ക്യാരറ്റ് റൈസ് എടുത്ത് വെക്കുകയാണ്. മക്കൾക്ക് ഇഷ്ടമായി കേട്ടോ, കഴിച്ചിട്ട് വന്നിട്ട് ഇഷ്ടമായെന്ന് പറഞ്ഞേ. അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റ് റൈസും ബട്ടർ ചിക്കനും എടുത്ത് വെക്കുകയാണ്. ഈ ബട്ടർ ചിക്കൻ ഞാൻ എപ്പോഴും ഒന്നും ട്രൈ ചെയ്യാത്തൊരു റെസിപ്പിയാണ്. അതുകൊണ്ട് എനിക്ക് ആ എക്സാക്റ്റ് കളർ കിട്ടിയില്ല കേട്ടോ. ചില്ലി പേസ്റ്റ് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം, അപ്പോഴേ ഉള്ളൂ കളർ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലി മുളക് പൊടി ആ ഒരു മസാല തക്കാളിയൊക്കെ വയറ്റത്തില്ലേ, ആ സമയത്ത് ഇട്ട് കൊടുത്താലും മതി. നമ്മുടെ ബട്ടർ ചിക്കനും എടുത്തു വെച്ചു. അങ്ങനെ ഇതാ മക്കൾ കഴിച്ചു. നമ്മുടെ ലഞ്ച് ബോക്സും ഒക്കെ പാക്ക് ചെയ്ത് ലാസ്റ്റ് മോള് പറഞ്ഞു കറിയുടെ മുകളിൽ ഇച്ചിരി ഫ്രഷ് ക്രീം ഒഴിക്കാവുന്നു. അങ്ങനെ കുറച്ച് ഫ്രഷ് ക്രീം അങ്ങനെ കറി എടുത്ത ആ ഒരു ബൗളിലും കൂടെ കുറച്ച് ഒഴിച്ച് കൊടുത്തേ. അങ്ങനെ മക്കളെ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് പറഞ്ഞു വിട്ടു. എന്നിട്ട് ഞാൻ എൻ്റെ സ്മൂത്തി കഴിക്കാൻ പോവാണ് കേട്ടോ. ഞാൻ രാവിലെ സ്മൂത്തിയാണ് കഴിക്കുന്നത്. നാത്തൂൻസിൻ്റെ സ്പെഷ്യൽ ഡയറ്റാണ് ഞാൻ, സ്പെഷ്യൽ സ്മൂത്തി പൗഡറിൽ അതാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ ഇതാ ഞാൻ ഒരു റോബസ്റ്റ പഴത്തിലേക്ക് ഒരു 1.5 സ്പൂൺ സ്മൂത്തി പൗഡറും കുറച്ച് പാലും വെള്ളം കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുത്തു. അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. പിന്നെ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോയി കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞു വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോയി. ഇങ്ങനെ വർക്കൗട്ടിന് കയറി. അതെല്ലാം കഴിഞ്ഞിട്ട് വർക്കൗട്ട് കഴിഞ്ഞ് വെള്ളം കുടിക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. വർക്കൗട്ട് കഴിഞ്ഞുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് വേർക്കുമല്ലോ, അപ്പോൾ ഒരുപാട് വെള്ളം കുടിക്കും. ഒന്നെങ്കിൽ ഞാൻ നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാറുണ്ട്, ഇനി ഞാൻ സാധാ വെള്ളമാണ് കുടിച്ചത്. അങ്ങനെ വെള്ളമെല്ലാം കുടിച്ചു. പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഉച്ചയ്ക്കത്തെ പരിപാടിയൊക്കെയാണ്. ഫിഷ് ഒന്ന് ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഇതാ മീൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ മീനിൻ്റെ പേര് മങ്കട എന്നാന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല, മങ്കട. അപ്പം കുറേ നാളായി കേട്ടോ ഈ വീഡിയോ ഒന്ന് എടുത്തു വെച്ചിട്ട്, ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ചെറിയ തപ്പലും തിരങ്ങലും ഒക്കെ ഉണ്ട് എനിക്ക്. നമ്മൾ പെട്ടെന്ന് എടുത്തിട്ട് അന്ന് തന്നെ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ സ്പീഡായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകാം. അങ്ങനെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് മീൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഗ്രീൻ ടീ കുടിക്കും കേട്ടോ. രാവിലെ ഒന്നെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് മുമ്പ് കുടിക്കും, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ കുടിക്കുവേ. അങ്ങനെ ഒരു ഗ്രീൻ ടീ എടുത്തപ്പോൾ ഞാൻ അതിൽ കുറച്ച് നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ച് കുടിച്ചേ. അങ്ങനെ ഗ്രീൻ ടീ കഴിച്ചു. ഇത് തലേ ദിവസത്തെ മീൻകറിയാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ചുണ്ടായിരുന്നു. പിന്നെ മത്തിക്കറിയും കൂടെ വെക്കണം. അപ്പം ആ മീൻകറി കുറച്ചിരിപ്പുണ്ട്. പിന്നെ നമ്മളിതാ മത്തിയൊക്കെ വെട്ടി റെഡിയാക്കി മത്തിക്കറി വെക്കുകയാണ്. മത്തി മുളകിട്ടത്. ഇനി മത്തി കുറച്ച് കൂടുതലുണ്ടായിരുന്നു, അപ്പോൾ പകുതി നമ്മൾ കറി വെച്ചു. പകുതി ഇതുപോലെ ഞാനൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്ത മത്തി ഇട്ട് വെച്ചിട്ട് അടച്ച് ഫ്രീസറിലേക്ക് വെക്കും. അതാകുമ്പോഴത്തേനും മീൻ വേറെ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരത്തില്ല കേട്ടോ. അല്ലെങ്കിൽ ഈ മീൻ ഇരിക്കുമ്പം ഫ്രീസറിൽ ഇരുന്ന് പിറ്റേ ദിവസം എടുക്കുമ്പോഴാണെങ്കിലും ഒരു ഉണക്കമീൻ്റെ ആ ഒരു മണമൊക്കെ വരത്തില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വെള്ളത്തിൽ വൃത്തിയാക്കിയ മീൻ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കേടാവാതിരിക്കുക കേട്ടോ. അങ്ങനെ മീൻ കൊണ്ട് ഫ്രീസറിൽ വെച്ചു. നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി വരുന്നുണ്ട്. പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒഴിച്ച ഒരു മീൻകറിയാണ്, സാധാ നമ്മൾ എപ്പോഴും വെക്കത്തില്ലേ അതുപോലെ. അങ്ങനെ മീൻകറിയൊക്കെ വെച്ചു. ഫിഷ് ഗ്രില്ല് ചെയ്യാനുള്ളത് എല്ലാം പുരട്ടി ഫ്രീസറിലൊക്കെ വെച്ചു. അപ്പം മോൾ ഇവിടെ ഇരുന്ന് TV കാണുന്നു കേട്ടോ. ഇനി അവളോട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം. അവൾ പറയുന്നൊന്ന് കേട്ട് നോക്ക്. നിനക്ക് ഏറ്റവും ഇഷ്ടമല്ല ഉമ്മീനെ വാപ്പിനെ? നിനക്ക് ഏറ്റവും ഇഷ്ടം അറിയാം, അത് പറ. ഹൈഡീനെ ഉമ്മീനെ വാപ്പിനെ വിളിക്കണ്ടേ? എന്നാ ആ A for apple, B for ഒക്കെ ഒന്ന് പറഞ്ഞു കേൾപ്പിച്ചേ. A for apple. B for C for chicken. D for chicken. D for duck. പിന്നെ എന്നാ E for chicken. E for E. നീ പറ. E for ആനക്ക് എന്നാ പറയുന്നത്? E for apple. അത് A for അല്ലേ. E for egg അല്ലെങ്കിൽ E for യെല്ലോ എലിഫന്റ്. A for apple. B for C for chicken. D for duck. E for chicken. E. D for chicken. എടി ഈ അല്ലേ എടി ഞാൻ ചോദിച്ചേ? E bottle chicken. നിനക്ക് ചിക്കനും ബീഫും മാത്രമല്ലേ അറിയത്തുള്ളൂ. ഇതെല്ലാം ആരാ നിന്നെ പഠിപ്പിച്ചേ? ഞാനാണോ നിന്നെ A4 B4 ഒക്കെ പഠിപ്പിച്ചത്? ആരാ പഠിപ്പിച്ചേ? ഞാനാണോ B for ബീഫ്, C for ചിക്കൻ എന്ന് പറഞ്ഞ? ആര് പറഞ്ഞ അത്? കൊള്ളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ C4 B4 ഇത്തി ബീഫ് എന്ന് പഠിപ്പിച്ചോ?
എന്നെ ഇത്തി പഠിപ്പിച്ചേ റിമോട്ട് വായിന്ന് മാറ്റേ ഇത്തി നിന്നെ എന്നാ പഠിപ്പിച്ചേ അത് പറ കൊള്ളത്തരം പറയുന്നു കൊള്ളത്തരം നീ തന്നെ പഠിച്ചതല്ലേ രാവിലത്തെ കുറച്ച് സമയം അവൾക്ക് TV ടൈം ഉണ്ട് അങ്ങനെ അവൾ കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ അടുക്കളപ്പണിയും വീട്ടിലെ പണിയൊക്കെ നടക്കും അങ്ങനെ അടുക്കളയിലെ പണിയൊക്കെ ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട് ഫിഷ് ഗ്രില്ല് ചെയ്യാനൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പെരക്കാവൊക്കെ ഒന്ന് തൂക്കാൻ വേണ്ടി പോവാണ് രാവിലെ വർക്കൗട്ട് ചെയ്തിട്ട് ഈ മാറ്റം അവിടെ ഇട്ടിരുന്നതാണ് അതൊക്കെ എടുത്ത് മടക്കി വെച്ച് അങ്ങനെ പെരക്കാവൊക്കെ തൂത്തിട്ട് വന്നിട്ട് ഞാനൊന്ന് ഫിഷ് ഗ്രില്ല് ചെയ്ത് വെക്കാൻ വേണ്ടി പോയതാണ് അപ്പോഴാണ് എടുത്തത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടില്ലല്ലോ എന്ന് അങ്ങനെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ അതിലേക്ക് തേച്ച് പിടിപ്പിച്ചു ഇനിയിപ്പോൾ ഫിഷ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം ഞാൻ ഗ്രില്ല് ചെയ്തെടുക്കുന്നത് ഇൻഫ്രാറെഡ് കുക്ക് വെയറിലാണ് കേട്ടോ കുക്ക് ടോപ്പിലാണ് കേട്ടോ ഈ ഒരു സംഭവത്തിൽ നമുക്ക് ഏത് പാത്രം സാധാരണ ഇൻഡക്ഷൻ ടോപ്പിൽ നമുക്ക് എല്ലാ പാത്രങ്ങളും വെക്കാൻ പറ്റത്തില്ലല്ലോ ഇൻഡക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള പാത്രങ്ങളല്ലേ വെക്കാൻ പറ്റുള്ളൂ പക്ഷേ ഈ ഒരു കുക്ക് ടോപ്പിൽ നമുക്ക് എല്ലാ പാത്രങ്ങളും വെക്കാം കേട്ടോ നമുക്ക് മൺചട്ടി വേണമെങ്കിൽ മൺചട്ടി വെക്കാം ഇരുമ്പിൻ്റെ പാത്രങ്ങൾ വെക്കാം സ്റ്റീൽ പാത്രങ്ങൾ വെക്കാം ഏത് പാത്രങ്ങളും വെച്ച് വേണമെങ്കിലും ഈ ഒരു ടോപ്പിൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു അടിപൊളി ഓപ്ഷൻ ഉണ്ട് ഈ ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പിന് പിന്നെ നമുക്കിതുപോലെ ചിക്കനോ മീനോ ഒക്കെ ഗ്രില്ല് ചെയ്തും എടുക്കാം എണ്ണ വേണ്ടല്ലോ അപ്പോൾ ഇതാ ഞാൻ മീനൊന്ന് ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇടയ്ക്ക് ഞാൻ വിശന്നപ്പോൾ ഒരു ആപ്പിൾ കഴിച്ചായിരുന്നു കേട്ടോ അതെല്ലാം കഴിഞ്ഞ് കുളിക്കാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ട് നമ്മൾ ചോറിനാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ രാവിലെ മക്കൾക്ക് കൊടുത്തതിൻ്റെ ബാക്കി ക്യാരറ്റ് റൈസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അതെടുക്കാം അത് തീരട്ടെ എന്ന് അങ്ങനെ ഇതാ നമ്മൾ ചോറൊക്കെ എടുക്കുകയാണ് ഞാൻ എന്തെടുക്കുന്നോ അതേ മോള് കഴിക്കുള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ കൂടെ നിന്നിട്ട് ലഞ്ചൊക്കെ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് പിന്നെ ഉമ്മച്ചി നല്ല അവിയലുണ്ടായിരുന്നു പിന്നെ ക്യുക്കുംബർ കുറച്ച് കൂടുതൽ അരിഞ്ഞ് അതെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വേറെ തൈര് എടുത്തായിരുന്നു പക്ഷേ മോൾക്ക് ചുമയായതുകൊണ്ട് ഞാൻ അവൾ കാണാതെ പിന്നെ കഴിക്കത്തുള്ളൂ കേട്ടോ തൈര് ആദ്യം ഞാൻ ലഞ്ചിൻ്റെ കൂടെ തൈര് എടുക്കും പക്ഷെ അത് ഞാൻ മാറ്റി വെച്ചേക്കും പിന്നെ കഴിക്കുള്ളൂ അല്ല അവൾ ആ തണുത്ത തൈര് കുടിക്കും പിന്നെ തണുപ്പ് മാറാൻ വേണ്ടി അവൾക്കും വെച്ചിട്ട് അങ്ങനെ കൊടുക്കും കേട്ടോ അല്ലാതെ ഇവളുടെ മുമ്പിൽ വെച്ച് അങ്ങനെ തൈര് എടുക്കാൻ പറ്റത്തില്ല ഭയങ്കര തണുപ്പില്ലേ എപ്പോഴും ചുമയാണ് കേട്ടോ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചൊക്കെയാണ് പോകുന്നത് അങ്ങനെ ഇതാ നമ്മുടെ ലഞ്ച് കഴിക്കട്ടെ തൊണ്ടയ്ക്ക് വയ്യ ആ കഴിച്ചു നമുക്ക് അങ്ങനെ എൻ്റെ കൂടെ ഇരുന്ന് അവളും കൂടെ ചോറ് കഴിക്കും തന്നെ കഴിച്ചോളും കേട്ടോ ചെറുപ്പം മുതലേ അങ്ങനെ ശീലിപ്പിച്ചെടുത്തത് കൊണ്ട് ആ ഒരു പാട് എനിക്കില്ല മീനൊക്കെ ഇങ്ങനെ മുള്ളുണ്ടോയെന്ന് ഞാനിങ്ങനെ നോക്കി കൊടുക്കത്തേ ഉള്ളൂ എൻ്റെ കൂടെ ഇരുന്ന് നമ്മൾ കഴിക്കുന്ന പോലെ അങ്ങ് കഴിച്ചോളും അതുകൊണ്ട് അവളെ കൊണ്ട് എനിക്ക് ഫുഡ് കഴിക്കാനായിട്ട് അങ്ങനെ അത്ര പാടേ ഇല്ല കേട്ടോ അവൾ മിടുക്കിയായിട്ട് എൻ്റെ കൂടെ ഇരുന്ന് കഴിച്ചോളും അവൾക്ക് വേണമെങ്കിൽ കഴിക്കും വേണ്ടെങ്കിൽ അവൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കഴിക്കത്തില്ല അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ല തൈര് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് അങ്ങനെ തൈരും കഴിച്ചു ഇത് വൈകുന്നേരമായി കേട്ടോ മക്കൾ സ്കൂളൊക്കെ വിട്ട് വന്നു അപ്പം കുറച്ച് ബ്രെയിൻ ഇരിപ്പുണ്ടായിരുന്നു തോരൻ വെക്കാൻ വേണ്ടിയിട്ട് മക്കൾക്ക് അതപ്പോൾ ഞാൻ തോരൻ വെച്ചിട്ട് എടുക്കുവാണ് തോരൻ വെച്ചെടുത്തിട്ട് ഞാനും കുറച്ച് കഴിച്ചു കേട്ടോ ഈ ബ്രെയിൻ തോരൻ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഡയറ്റിന് പറ്റുമോയെന്നൊന്നും എനിക്കറിയത്തില്ല ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ കുറച്ചെടുത്ത് അങ്ങനെ അത് ഒരു സന്ധ്യ ആയപ്പോഴത്തേക്കിനും ഇച്ചിരി ബ്രെയിൻ തോരനും കഴിച്ചു മക്കൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനിവിടുത്തെ ചൂടോടുകൂടി അവർക്ക് അങ്ങ് കൊടുക്കാൻ വന്ന് അങ്ങനെ ഇതാ ചൂടോടെ ഇച്ചിരി അവർക്ക് കൊടുത്തു അവർ ഒരുപാട് കഴിച്ചില്ല കുറച്ച് കഴിച്ചു അവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ലാന്ന് തോന്നുന്നു അങ്ങനെ അവർ കുറച്ച് കഴിച്ചു ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ ചിലർക്ക് അങ്ങനെ അത്രയ്ക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ബ്രെയിൻ തോരൻ ഇക്കാക്കും ഇഷ്ടമാണ് അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞിട്ട് രാത്രിയിൽ നമ്മൾ ഒന്ന് ലുലു മോൾ വരെ വന്നു കേട്ടോ കുറച്ച് സാധനങ്ങൾ മേടിക്കണമായിരുന്നു അതുകൊണ്ട് നമ്മളിതാ നേരെ ലുലുവിലേക്ക് വന്നു ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ കയറിപ്പോയത് അവിടെ നിന്നാണ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുള്ളത് അങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി രാത്രി ആയാലും കുറച്ച് തിരക്കും കാര്യങ്ങളുമൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നേ മക്കൾ പോയി പെൻസിൽ നോക്കുകയാണ് മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് എടുത്തൊരു വ്ളോഗാണ് അപ്പം അവൻ്റെ കൂട്ടുകാർക്ക് ചോക്ലേറ്റ് ഒന്നും കൊണ്ടുപോകുന്നില്ല പെൻസിൽ മതിയെന്നും പറഞ്ഞിട്ട് പെൻസിൽ മേടിക്കുകയാണ് കേട്ടോ അവിടെ നിന്ന് പെൻസിലൊക്കെ നോക്കിയെടുക്കുകയാണ് പിന്നെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വേണമായിരുന്നു അപ്പോൾ ഇതൊക്കെ ഫ്രൂട്ട്സൊക്കെ എടുക്കുന്നുണ്ട് ലുലുവിൽ നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് കിട്ടും കേട്ടോ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നല്ല ഫ്രഷ് ആയിരിക്കും ഇവിടുത്തെ അപ്പോൾ നമ്മൾ കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ എടുത്തു പിന്നെ ഞാൻ സാലഡ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോയി എടുത്തതാണ് പക്ഷേ അത്രയും സമയം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കോണൊക്കെ അത്രയ്ക്ക് ശരിയല്ല സത്യം പറഞ്ഞാൽ സാലഡ് എടുത്തു പക്ഷേ അത് ഞങ്ങൾ തിരിച്ചു വെച്ചു
എടുത്തിട്ട് അത് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ആ ഒരു രാത്രി ഒരു 10:30 ആയതുകൊണ്ടായിരിക്കാം ഒരു സുഖമില്ലായിരുന്നു. പിന്നെ തിരിച്ചു വെച്ചിട്ട് നമ്മൾ വീട്ടിൽ വന്നു. അങ്ങനെ സാലഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. സാലഡ് എടുക്കാത്തതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മൾ റെഡിമെയ്ഡ് ചപ്പാത്തി മേടിച്ചുകൊണ്ട് വന്നു. ആശീർവാദിൻ്റെ ചപ്പാത്തി ഉണ്ടാക്കിയത് മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. നല്ലതാണ് ആശീർവാദിൻ്റെ ചപ്പാത്തിയെ. എനിക്കൊന്ന് റെഡിമെയ്ഡ് കിട്ടുന്ന ചപ്പാത്തികളിലൊക്കെ ഏറ്റവും നല്ലത് ഈ ആശീർവാദിൻ്റെ ചപ്പാത്തിയാണെന്ന് തോന്നുന്നു. അങ്ങനെ ചപ്പാത്തിയും ചുട്ടെടുത്തു. പിന്നെ മുട്ട കൊണ്ടിട്ട് പെട്ടെന്നൊരു കറി ഉണ്ടാക്കി. എന്തോ ഒരു പേര് പറയാൻ പെട്ടെന്ന് കിട്ടിയില്ല. അങ്ങനെ മുട്ട ചിക്കിയിട്ട് മസാലയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി. ഇക്ക ഉണ്ടാക്കിയതാണേ. പെട്ടെന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മുട്ട കൊണ്ടൊരു ഒരു ഐറ്റം ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ ചപ്പാത്തിയും മുട്ടയും കൂടെ എല്ലാവരും കൂടെ കഴിച്ചു. ചപ്പാത്തി കഴിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ദാഹിക്കുന്നു. എന്നാൽ പിന്നെ നല്ലൊരു മിൻറ്റ് ലൈം അടിക്കാമെന്ന് വിചാരിച്ചു. ലുലുന്ന് മിൻറ്റ് ലീഫും അതുപോലെ തന്നെ ലൈമും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നല്ലൊരു മിൻറ്റ് ലൈം ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും കുടിച്ചു. പഞ്ചസാരയല്ല കേട്ടോ, ഉപ്പിട്ടിട്ടാണ് നമ്മൾ മിൻറ്റ് ലൈം ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവർക്കും ചുമയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഐസൊന്നും ഇട്ടില്ല. അങ്ങനെ എന്താ നല്ല അടിപൊളി മിൻറ്റ് ലൈം അടിച്ചു. ഞങ്ങളെല്ലാവരും കുടിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ കഴിഞ്ഞു പോയി. ലാസ്റ്റത്തെ ഫുഡാണ് ഈ ഒരു ലൈം ജ്യൂസ്. അങ്ങനെ അതും കൂടെ കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും കുടിച്ചു. പിന്നെ നമ്മൾ കുറച്ച് നേരം TV ഒക്കെ കണ്ടിരുന്നിട്ട് അങ്ങ് കയറി കിടന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വ്ളോഗ്. പുതിയ വീഡിയോസൊക്കെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.